ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ കാരിഫോർ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ കാരിഫോറിൽ പോയിട്ടില്ല. ഇൻഷാ അല്ലാ എന്തായാലും ഒരു ദിവസം പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് സൂക്കിലെ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ഗോൾഡ് സൂക്കിൽ പോകാൻ പോവാണ് ദുബായിൽ വന്നിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ദുബായിൽ വന്ന ആൾക്കാരും ഗോൾഡ് സൂക്കിൽ പോകാണ്ട് നിന്നിട്ടില്ല എന്ന് കേട്ടിന്. അപ്പോൾ നമ്മൾ പോകാണ്ടെന്ന് അത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മളിന്ന് ആദ്യമായിട്ട് ഗോൾഡ് സൂക്കിൽ പോക്കാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോൾ തന്നെ കുറേ ഗോൾഡ് ഷോപ്പാണ്. ഇവിടെ വെറും ഗോൾഡ് ഷോപ്പാണ് കേട്ടോ ഗോൾഡ് സൂക്കിൽ. പിന്നെ ഇത് യൂസുഫ് ഭായ് പെർഫ്യൂം, ഇതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് സ്മെല്ലിൻ്റെ പെർഫ്യൂംസാണ് വേണ്ടത് അത് അവിടെ കൊടുത്താൽ അവർ നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് തരും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കളക്ഷൻ ഒന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ നമ്മളെ നാട്ടിലത്തെ പോലെ ഒന്നുമല്ല. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ യൂസ് ആക്കുന്ന അങ്ങനത്തെ അവരെ ഒരു ട്രഡീഷണൽ അങ്ങനത്തെ ഒരു കളക്ഷനാണ് കേട്ടോ. പിന്നെ സാധാ കളക്ഷനും ഉണ്ട്. പിന്നെ അവർ ഡിസ്പ്ലേ വെച്ച കളക്ഷൻ ഇത് മാത്രമല്ല നമ്മൾ വീഡിയോ ആക്കുന്നില്ല. പിന്നെ ഉള്ളിലൊന്നും അങ്ങ് കയറി നോക്കുന്നില്ലല്ലോ. അപ്പോൾ പുറത്തത്തെ വ്യൂ മാത്രമാണ് കേട്ടോ. പിന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. രണ്ട് സൈഡിലും ഇങ്ങനെ ഗോൾഡ് ഷോപ്പും ലൈറ്റിങ്ങും. പിന്നെ എത്ര നടന്നാലും നമുക്ക് ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ സ്പേസൊക്കെ ഉണ്ട് ഇരിക്കാൻ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതെന്താ സാധനം എന്നറിയില്ല. ഡസ്റ്റ് ബിന്നാണോ അതിനൊരു ഷോന് വെച്ചതാണോ എന്ന് അറിയില്ല കേട്ടോ. പക്ഷെ വേസ്റ്റൊന്നും ഇല്ല, നല്ല ക്ലീൻ ഉണ്ട്. ഇവർ അതിൽ കയറി കളിക്കുന്നതാണ് കേട്ടോ. കണ്ടിട്ട് അമ്മേൻ്റെ പാൻറ്റെല്ലാം ഊരി പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവരെ ഈ ഗോൾഡിൻ്റെ കളക്ഷന്. ഇതിട്ട പിന്നെ ഡ്രസ്സൊന്നും വേണ്ട, ഫുള്ള് അത് ഗോൾഡിൽ തന്നെ അറിയും. പക്ഷെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വൈബ് ഉണ്ടാവില്ലേ, ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. ഇവർക്ക് പിന്നെ ഗോൾഡിനെ പറ്റി ഒന്നും അറിയില്ലല്ലോ. പെണ്ണുങ്ങന്മാർക്കല്ല ഗോൾഡാവോ അങ്ങനെ കാണുമ്പോൾ ഒരു ഇതുണ്ടാവുക. ഇവർക്ക് ചെറിയ കുട്ടിയൊക്കെ എന്താ അറിയാൻ. എന്നാലും ആടെ ഇങ്ങനെ എന്തോ ബേർഡും പിന്നെ കത്തി ടൈഗറൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടിട്ട് അവർ പറയുന്നുണ്ട്. ക്രൊക്കോഡൈലൊക്കെ ഉണ്ട്, അത് കണ്ടിട്ട് അവർ പറയുന്നുണ്ട് കേട്ടോ. കത്തി ഞങ്ങൾക്ക് വേണം, കത്തിയ കടാര് അങ്ങനെ എന്തോ അത് വേണമെന്നൊക്കെ രണ്ടാളും പറയുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ലൈറ്റ് ഡിമ്മാകുന്ന പോലെ അങ്ങനെ തോന്നുന്നത് അടുത്ത ലൈറ്റിൻ്റെ പവറാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരേ ഷോപ്പല്ല, വേറെ ഷോപ്പാണ്. ഇതിൻ്റെ ബോർഡ് നമ്മൾ എടുക്കുന്നില്ല, ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുന്നതല്ല. അപ്പോൾ പിന്നെ അവിടെ നിന്ന് പിടിക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. എല്ലാം വേറെ ഷോപ്പാണ്. പിന്നെ കുറേ ഉണ്ട്. ഇതൊരു കടൽ പോലെ ഉണ്ട്, എത്ര നടന്നാലും തീരുന്നില്ല. അപ്പം നമ്മൾ എത്ര നടക്കാൻ പറ്റുമോ അത്ര നടന്നിട്ട് പിടിച്ച വീഡിയോ ആണ് കേട്ടോ. പിന്നെ കുട്ടികളും കുറഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ അവർക്ക് കാലൊക്കെ വേദന എടുക്കില്ല. അപ്പോൾ നമ്മൾ ഗേറ്റ് 1ഉം ഗേറ്റ് 2 മാത്രം കവറാക്കിയിട്ടില്ലോ. ഭയങ്കര ഹെവി ആയിട്ടുള്ള കളക്ഷനാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഇടുന്ന ആൾക്കാർ ഇപ്പം നാട്ടിലത്താണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. നമ്മളിങ്ങനത്തെ വാങ്ങലില്ലല്ലോ. പിന്നെ എന്താ പറയുക, പൊന്നിൻ്റെ ഷോൾ വരെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും പൊന്നിൻ്റെ ഷോളൊക്കെ വേണമെങ്കിൽ ഗോൾഡ് സൂക്കിൽ വന്നാൽ മതി, അവിടെ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ ഒന്നിട്ട ഫുള്ളും കവറാവും. ആ സൈഡത്തൊക്കെ കാണുമ്പോൾ നമ്മളെ നാട്ടിലിങ്ങനെ ആനക്കൊക്കെ വെക്കുന്ന ആ ഒരു സംഭവം പോലെ ഉണ്ട്. ഇങ്ങനെ ടൈഗറിനൊക്കെ ഗോൾഡ് കൊണ്ടാക്കിന് കേട്ടോ. ആർക്ക് ഇങ്ങനെ ഷോക്കൊക്കെ വാങ്ങുമായിരിക്കുമല്ലോ എടുത്ത ആൾക്കാർ, അതുകൊണ്ടിട്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സ് അങ്ങനത്തെ കുറേ സംഭവമുണ്ട്. പിന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ നടക്കുന്ന ഒറ്റ ബേജാറിയല്ലോ, ബാക്കിയെല്ലാം നല്ല അടിപൊളിയാണ്. പിന്നെ അന്നത്തെ ദിവസം അത്ര ചൂടൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കുറച്ച് കുറവുള്ള പോലെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ചൂട്. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ നല്ല ഒരു മാർക്കറ്റിലൊക്കെ ഇങ്ങനെ പോയ ഒരു ഫീൽ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് ഗോൾഡ് മാർക്കറ്റ് തന്നെ എടുത്തത്. അതല്ല അങ്ങനത്തെ ഒരു ഫീല് നമ്മളിങ്ങനെ നാട്ടിലൊക്കെ അല്ലേ ഇങ്ങനെ കാണും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഗോൾഡും ഡയമണ്ടും പ്ലാറ്റിനോ എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാ ഷോപ്പിലും അങ്ങനെയുള്ള ഷോപ്പിന് നമ്മൾ നാട്ടിലിങ്ങനെ നമ്മളൊരു ഫാൻസി പിടിയിലൊക്കെ പോകുമ്പോഴായിരിക്കും അവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ മാലകളൊക്കെ തൂക്കിയിട്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ അതേപോലെ കേട്ടോ അവരിങ്ങനെ സെറ്റാക്കി വെച്ചിനെ. അങ്ങനെ ഓരോരോ മോഡൽ കാണാൻ നല്ല രസമുണ്ട്. വള ഫുള്ളും കൈ നിറച്ചുകൊണ്ട് കേട്ടോ വള. അത് ഒന്നിട്ടാൽ മതി, പിന്നെ ഒന്നും ഇടാൻ പറ്റൂല.
പിന്നെ ഇങ്ങനെ നമുക്കറിയില്ലായിരുന്നു കേട്ടോ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ നോക്കുമ്പോൾ എല്ലാവരും എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാനും അങ്ങനെ എടുത്തതാണ്. അറിയില്ലായിരുന്നു. ഫസ്റ്റ് എന്നോടും പറഞ്ഞു വീഡിയോ ഒന്നും എടുക്കണ്ട, അവർ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, അവർ കലമ്പെന്നൊക്കെ പറഞ്ഞു. ഞാൻ എല്ലാവരും എടുക്കുന്നുണ്ട്, ഞാനും അങ്ങനെ എടുത്ത്. നമ്മൾ പിന്നെ ഗോൾഡ് സൂക്കിൽ വന്ന് അറിയിക്കണമല്ലോ നമ്മളും വന്നതിന്. അങ്ങനെ മമ്മീനൊക്കെ നടന്ന് ക്ഷീണിച്ച് മതിയായിട്ടോ. അപ്പോൾ നമ്മൾ നിർത്തി. ഗേറ്റ് 1 ഇത് 2 ആണ് കേട്ടോ, അത്രേ പോയിട്ടില്ലൂ. പിന്നീട് പെർഫ്യൂമും ഇങ്ങനെ സാഫ്രോൻ്റെ ഒക്കെ ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡ്രസ്സ് വീഡിയോ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണം. പിന്നെ ബെല്ലൈക്കൻ എല്ലാവരും അടിച്ച് പൊട്ടിക്കണം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഓൾ.